മലപ്പുറം കാളികാവ് ഉദിരംപൊയിലിൽ 2 വയസ്സുകാരിയെ പിതാവ് മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്ന് പരാതി. അച്ഛൻ മുഹമ്മദ് ഫായിസിനെതിരെ കുഞ്ഞിന്റെ മാതാവും ബന്ധുക്കളുമാണ് പരാതി നൽകിയത്. കുഞ്ഞിന്റെ ദേഹത്ത് മർദ്ദനമേറ്റ പാടുകളുണ്ടെന്നും മുൻപും ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നും ബന്ധുക്കൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് ഫായിസിനെ കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ ഉച്ചയ്ക്കാണ് കാളികാവ് സ്വദേശിയായ ഫായിസ് കുഞ്ഞുമായി വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തുന്നത്. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയതാണെന്നാണ് ഡോക്ടർമാരോട് പറഞ്ഞത്. പിന്നാലെ ഗുരുതരാവസ്ഥയിലായിരുന്ന കുഞ്ഞ് മരിച്ചു. ഫായിസ് പറയുന്നത് വിശ്വസനീയമല്ലെന്നും കുഞ്ഞിന്റെ ദേഹത്ത് മർദ്ദനമേറ്റ പാടുകളുണ്ടായിരുന്നെന്നും കുട്ടിയുടെ അമ്മയുടെ ബന്ധുക്കൾ പറഞ്ഞു. ഇവിടെ മുന്നിൽ വെച്ചിട്ടാണ് കുട്ടിനെ കൊന്നത്. കുട്ടിനെ അലമാറമ്മ കുന്തിയിട്ടും കട്ടിലുമൊക്കെ എറിഞ്ഞിട്ടും അടിച്ചിട്ടും കുത്തിയിട്ടും കൊല്ലി പിടിച്ച് ഞെക്കിങ്ങാണ്ടൊക്കെ കൊന്നിക്കുന്നത്. ഓന്റെ ഇമ്മയും പെങ്ങളും അളിയനും നോക്കി നിൽക്കണം അവിടെ. ഫായിസിനെതിരെ മുൻപ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും കുഞ്ഞിനെ സമാനമായ രീതിയിൽ ഫായിസ് മുൻപും മർദ്ദിച്ചിട്ടുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ഉമ്മയും പെങ്ങളും ഈ ഫായിസ് എന്ന് പറയുന്ന ചെക്കനും ബലമായിട്ട് പിടിച്ചാണ്ട് അവിടെ ഉള്ളിൽ പൂട്ടിയിടുക, അത് ഉപദ്രവിക്കുക. അവർ എന്തെങ്കിലും ഒന്ന് പുറത്ത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഫുള്ളായിട്ട് അവരെ മർദ്ദിക്കും. ഫായിസിനെ കാളികാവ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. റിപ്പോർട്ടർ, മലപ്പുറം.